അപ്പോൾ നമ്മൾ പ്രാരംഭ ദശയിലെ രോഗലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുള്ളത്, കൃത്യമായ രോഗനിർണയത്തിന് എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ബ്രസ്റ്റ് ക്യാൻസറിന്റെ കൃത്യമായ രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. ട്രിപ്പിൾ എന്ന വാക്ക് സൂചിപ്പിക്കുന്നതിൽ പോലെ 3 കാര്യങ്ങൾ അടങ്ങിയതാണ് ട്രിപ്പിൾ ടെസ്റ്റ്. അത് ഒരു ക്രമത്തിൽ ചെയ്യണം, ഒരു ഓർഡറിൽ ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തെ ഭാഗം ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ എടുക്കുന്ന ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ, അതായത് രോഗിയുടെ അസുഖ വിവരങ്ങൾ, അവർക്ക് പാരമ്പര്യമായി ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ, മുമ്പ് എപ്പോഴെങ്കിലും ബ്രസ്റ്റിന്റെ സ്കാനിങ്ങോ ബയോപ്സിയോ എടുത്തിട്ടുണ്ടോ, ഇപ്പോൾ മാറിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം വിശദമായ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. ഇതാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. സ്കാനിങ് പലതരത്തിലുണ്ട്, അത് ഓരോ പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മാമോഗ്രാം അഥവാ ബ്രസ്റ്റിന്റെ എക്സ്റേ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആ സ്കാനിങ് രണ്ടാമതായിട്ട് ചെയ്യുക. മൂന്നാമതുള്ള കാര്യം എന്ന് പറയുന്നത് ബയോപ്സി ടെസ്റ്റാണ്. ബയോപ്സി ടെസ്റ്റിൽ ചെയ്യാൻ പാടുള്ള കാര്യമുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട്. അപ്പോൾ ബയോപ്സി ടെസ്റ്റ് പൊതുവെ 2 തരത്തിൽ ചെയ്യാം. ഒന്ന് സൂചി ഉപയോഗിച്ച് ചെയ്യാം, 2 ആ മുഴ കീറിയെടുത്തിട്ടും ചെയ്യാം. ഇതിൽ ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ആ മുഴ കീറിയെടുത്ത് രോഗനിർണയത്തിനായി ചെയ്യാതിരിക്കുക. സർജിക്കൽ എക്സിഷൻ ബയോപ്സി എന്ന് പറയും. ആ പ്രൊസീജിയർ കഴിവതും ഒഴിവാക്കേണ്ടതാണ് രോഗനിർണയത്തിനേക്കായി. രണ്ടാമത് സൂചി പരിശോധനയുടെ കാര്യം പറഞ്ഞാൽ അത് 2 വിധത്തിലുണ്ട്. ഒന്ന് നേർത്ത സൂചി വെച്ച് ചെയ്യുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അഥവാ FNAC. ഇന്ന് പലപ്പോഴും പല സെന്ററുകളിലും FNAC ടെസ്റ്റുകൾ ചെയ്യുന്നതായി കണ്ടപ്പെട്ടു വരുന്നുണ്ട്. ഇത് കൂടാതെയുള്ള വേറൊരു സൂചി പരിശോധനയുണ്ട്, കോർ നീഡിൽ ബയോപ്സി. അല്പം കൂടി വലിപ്പമുള്ള സൂചി വെച്ചിട്ട് ചെയ്യുന്ന സൂചി പരിശോധനയാണ് കോർ നീഡിൽ ബയോപ്സി. ഇന്ന് ആധുനിക ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ FNAC ടെസ്റ്റിന് ഏറെക്കുറെ ഒരു റോളും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് കോർ നീഡിൽ ബയോപ്സിയാണ് നമ്മൾ കഴിയുന്നതും എപ്പോഴും ചെയ്യേണ്ട ടെസ്റ്റ്. അപ്പോൾ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഡോക്ടറുടെ പരിശോധന, അതിനുശേഷം ഉചിതമായ സ്കാനിങ്, ഏറ്റവും ഒടുവിലായി സൂചി പരിശോധന, അത് തന്നെ കോർ നീഡിൽ ബയോപ്സി. ഇത് 3ഉം അടങ്ങിയ ഈ ടെസ്റ്റ് ഈ ഓർഡറിൽ ചെയ്താൽ 99.9% ബ്രസ്റ്റ് ക്യാൻസറും കൃത്യമായി നമുക്ക് രോഗനിർണയം സാധ്യമാകും.